പശ്ചിമേഷ്യയിലെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ ഭീതിതമായ നിഴലുകൾ വീണിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു വലിയ യുദ്ധമുഖമാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഗൾഫ് മേഖലയിൽ തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ വൻതോതിലുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധത്തിന്റെ സ്ഫോടനാത്മകമായ പ്രകമ്പനങ്ങൾ എത്തിച്ചേരുമ്പോൾ ഇത് ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണ വിപണിയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക പരക്കുകയാണ്. വ്യോമാതിർത്തികൾ കടന്നെത്തുന്ന റോക്കറ്റുകളും ആകാശത്ത് വെച്ച് തന്നെ അവയെ വെടിവെച്ചിടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഗൾഫ് നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന നടുക്കുന്ന യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. ഭൂമിശാസ്ത്രപരമായി ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കവാടമാണ് ഹോർമൂസ് കടലിടുക്ക്. മേഖലയിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് അമേരിക്ക ഈ എണ്ണപ്പാതയിൽ കർശനമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തീപിടിച്ചത്. ദക്ഷിണ ഇറാനിലെ പ്രധാന സൈനിക താവളങ്ങളിലും റഡാർ കേന്ദ്രങ്ങളിലും US സെൻട്രൽ കമാൻഡ് നടത്തിയ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ ഇറാനെ ചൊടിപ്പിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. ഒരു വശത്ത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും മറുവശത്ത് അമേരിക്കയുടെ ആക്രമണങ്ങൾ കനക്കുകയും ചെയ്തതോടെ ഇതിന് ഒരു കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ തിരിച്ചടി നൽകാൻ ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. ഇറാൻ നടത്തിയ ഈ തിരിച്ചടിയിൽ ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റത് കുവൈറ്റിനാണ്. കുവൈറ്റിലെ വിവിധ സുപ്രധാന കൺട്രോൾ സെന്ററുകളെയും US സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈലും 5 ക്രൂസ് മിസൈലുകളും സ്ഫോടന വസ്തുക്കൾ നിറച്ച 33ഓളം ഡ്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത്. കുവൈറ്റിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സേന ഈ ആകാശ ഭീഷണികളെ വളരെ വേഗത്തിൽ പ്രതിരോധിച്ച് വെടിവെച്ചിട്ടെങ്കിലും ആകാശത്ത് വെച്ച് തകർന്നു വീണ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിലും വ്യാവസായിക കേന്ദ്രങ്ങളിലും പതിച്ചു. ഇത് രാജ്യത്ത് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായി. അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ വൻ തീപിടുത്തം അണയ്ക്കാൻ കുവൈറ്റ് കരസേനയും നാഷണൽ ഗാർഡും 6 അഗ്നിശമന സേനാ യൂണിറ്റുകളും മണിക്കൂറുകളോളമാണ് പ്രയത്നിച്ചത്. ഇതിനേക്കാൾ ഗുരുതരമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുവൈറ്റ് തീരത്താണ്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചോ അല്ലെങ്കിൽ നേരിട്ടുള്ള പതിക്കലിനോ കുവൈറ്റിന്റെ ഒരു നാവികസേനാ കപ്പൽ തകരുകയും അതിലുണ്ടായിരുന്ന 4 സൈനികർക്ക് കടുത്ത പരിക്കേൽക്കുകയും ചെയ്തു. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ സൈനികരെ അടിയന്തരമായി ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം അയൽരാജ്യമായ ബഹ്റൈനിലും സ്ഥിതി ഒട്ടും ശാന്തമായിരുന്നില്ല. ബഹ്റൈനിൽ സ്ഥാപിച്ചിട്ടുള്ള US 5ാം കപ്പൽ വ്യൂഹത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ലോജിസ്റ്റിക്സ് വിഭാഗം, ഇന്ധന സംഭരണശാലകൾ എന്നിവ പൂർണ്ണമായും തകർത്തതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ബഹ്റൈനിലെ ആകാശത്ത് അപായ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടുകയായിരുന്നു. കുവൈറ്റിനും ബഹ്റൈനും പുറമെ ജോർദാനും ഈ ആക്രമണത്തിന്റെ ആഘാതത്തിൽ പെട്ടുപോയി. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഇറാനിയൻ മിസൈലുകളെ അതീവ ജാഗ്രതയോടെയാണ് ജോർദാൻ സായുധ സേന കൈകാര്യം ചെയ്തത്. രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ച 3 പ്രധാന മിസൈലുകൾ ജോർദാൻ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടു. ഏതൊരു രാജ്യത്തിന്റെയും പരമാധികാരം സംരക്ഷിക്കുക എന്നത് പ്രഥമ കർത്തവ്യമാണെന്നും തങ്ങളുടെ മണ്ണോ ആകാശമോ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനായി വിട്ടു നൽകില്ലെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ജോർദാൻ ഇതിലൂടെ വ്യക്തമാക്കിയത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനം അതീവ ജാഗ്രതയിലാണെന്ന് ജോർദാൻ ഔദ്യോഗിക പ്രതിനിധികൾ ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ സംഘർഷം കേവലം പ്രാദേശികമായ ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ കടുത്ത എണ്ണക്ഷാമത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകാവുന്ന ഒരു ഭീഷണിയാണ്. തങ്ങളുടെ പരമാധികാരത്തെയും സാമ്പത്തിക താൽപര്യങ്ങളെയും തകർക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ ആഗോള എണ്ണ വിപണിയെ സ്തംഭിപ്പിക്കുമെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. മേഖലയിൽ നിന്നുള്ള എണ്ണവാതക കയറ്റുമതി റൂട്ടുകൾ തടസ്സപ്പെടുത്താൻ മടിക്കില്ലെന്ന് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ലോകത്തെ പ്രമുഖ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നു. മേഖലയിലെ ഊർജ്ജ വിഭവം ഒന്നുകിൽ ലോകത്തിന് മുഴുവൻ ലഭ്യമാകും, അല്ലെങ്കിൽ ആർക്കും അത് ലഭിക്കില്ല എന്ന ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ കടൽ മാർഗമുള്ള വ്യാപാരത്തെ കൂടുതൽ കഠിനമാക്കും. സുരക്ഷിതമല്ലാത്ത ജലാശയങ്ങളിലൂടെ എണ്ണ കൊണ്ടുപോകാൻ കപ്പൽ കമ്പനികൾ വിമുഖത കാണിക്കുന്നതോടെ ആഗോള എണ്ണവില കുതിച്ചുയരാൻ വലിയ സാധ്യതയുമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ താവളങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക കൂടുതൽ തിരിച്ചടികൾക്ക് മുതിർന്നാൽ സ്ഥിതി ഇതിലും വഷളാകുമെന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. കുവൈറ്റും ബഹ്റൈനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും വ്യോമ അതിർത്തികളും ശക്തമാക്കുന്ന തിരക്കിലാണ്. നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ ഒന്നൊന്നായി അടയുമ്പോൾ പശ്ചിമേഷ്യയിൽ വിനാശകരമായ ഒരു യുദ്ധത്തിന്റെ തീപ്പൊരികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളിക്കത്താൻ മാത്രമേ സാധ്യതയുള്ളൂ. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത വൻ ശക്തികളുടെ ഈ ബലപരീക്ഷണം ലോകത്തിന്റെ ശാന്തതയെയാണ് എരിച്ചു കളയുന്നത്. ഈ വലിയ സൈനിക പ്രതിസന്ധിക്ക് അടിയന്തരമായ ഒരു രാഷ്ട്രീയ പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം ദുരന്തങ്ങളും ദൂരെയല്ല എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് കുവൈറ്റിലും ബഹ്റൈനിലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ഓരോ സൈറൺ ശബ്ദങ്ങളും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.